ആരോഗ്യമുള്ള മണ്ണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ കൃഷിയുടെ അടിസ്ഥാനപരമായ ആധാരം പ്രധാനമായും മണ്ണാണ്. മണ്ണ് എന്ന് പറയുന്നത് കേവലം ബാഹ്യദൃഷ്ടിയിൽ മണലും കല്ലും കളിമണ്ണും കൂടിച്ചേർന്ന ഒരു ബാഹ്യ പദാർത്ഥം എന്നതിൽ കവിഞ്ഞ് ജീവനുള്ള ഒരു സാധനമാണ് മണ്ണ് എന്ന് നാം അറിയൂ. ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പാറ പൊടിഞ്ഞ് വ്യത്യസ്ത കാലാവസ്ഥ വ്യത്യാസങ്ങൾ അതിജീവിച്ചുകൊണ്ട് ഉണ്ടായിത്തീരുന്ന സാധനമാണ് മണ്ണ്. കൃഷിയോഗ്യമായ മണ്ണ് എന്ന് പറയുന്നത് നാം മനസ്സിലാക്കിയതുപോലെ തന്നെ ഒരു ശരാശരി മാതൃകാ മണ്ണ് എന്ന് പറയുന്നത് അതിൽ 25% വായു വേണം, 25% ജലാംശം ചേരണം, 45% ധാതു ലവണങ്ങൾ ഉണ്ടായിരിക്കണം, 5% ജൈവ പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കണം. അതോടൊപ്പം ഈ മണ്ണിൽ അടങ്ങിയിരിക്കുന്ന പ്രാണവായു, ജലത്തിൻ്റെ അംശം, ധാതു ലവണങ്ങൾ, ജൈവ പദാർത്ഥങ്ങൾ ഇവയെല്ലാം ഉപയോഗപ്പെടുത്തി പ്രയോജനപ്പെടുത്തി അതിൽ അധിവസിക്കുന്ന കോടാനുകോടി സൂക്ഷ്മജീവികളുണ്ട്. ഒരു കണക്ക് പറയുന്നത് ഒരു ചതുരശ്ര മീറ്റർ സ്ഥലത്ത് അഥവാ 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ഒരു മൺതറയിൽ 1 കോടി പ്രാവശ്യം കോടി എണ്ണാൻ സാധിക്കുമെങ്കിൽ 1 കോടി ബാക്ടീരിയ അവിടെയുണ്ട്. 50 ദശലക്ഷത്തോളം നിമാറ്റോഡുകൾ അതിലുണ്ട്. അതുപോലെ തന്നെ ഫംഗസും പ്രോട്ടോസോവയും അതുപോലെയുള്ള വളരെ സൂക്ഷ്മമായിട്ട് കാണപ്പെടുന്ന സൂക്ഷ്മജീവികളുടെ ഒരു മഹാഭാഗം തന്നെയാണ് മണ്ണിലുള്ളത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു സ്പൂൺ മണ്ണെടുക്കുകയാണെങ്കിൽ ലോകത്ത് ഇന്ന് ആകെ നിലനിൽക്കുന്ന മനുഷ്യ ജനസംഖ്യ എത്രയാണ്? അത്രയും കോടി, 700 കോടിയോ 800 കോടിയോ മനുഷ്യ സമൂഹമുണ്ടെങ്കിൽ ആ എണ്ണത്തിനേക്കാളും കവിഞ്ഞ സൂക്ഷ്മജീവികൾ ഒരു സ്പൂൺ മണ്ണിൽ നിലകൊള്ളുന്നു എന്ന് ശാസ്ത്രം നമ്മോട് പറയുന്നു. ഈ സൂക്ഷ്മജീവികൾ ഉൾപ്പെടെയാണ് മണ്ണ് എന്ന് പറയുന്നത്. അതാണ് ജീവനുള്ള മണ്ണ്. നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നിരന്തരമായി കടും കൃഷിയിലൂടെ നെടും കൃഷിയിലൂടെ രാസപദാർത്ഥങ്ങളും രാസ കീട കുമിൾ കളനാശിനികളും വളർച്ചാ ത്വരകങ്ങളും ലക്കും ലഗാനുമില്ലാതെ നിരന്തരമായിട്ട് മണ്ണിലേക്ക് ചേർക്കുകയും ഒഴിക്കുകയും തളിക്കുകയും ചെയ്യുന്നത് വഴി മണ്ണിലുള്ള ഇത്തരം സൂക്ഷ്മ ജീവികളുടെ എണ്ണം കുറയുന്നു. മണ്ണിലുള്ള ജീവശാസ്ത്രവും രസതന്ത്രവും അവതാളത്തിലാകുന്നു. ക്രമേണ മണ്ണ് മരിച്ചുകൊണ്ടിരിക്കുന്നു, മരുഭൂ സമാനമായി മാറിക്കൊണ്ടിരിക്കുന്നു. നാം സ്കൂളിൽ വായിക്കാറുണ്ട്, പ്രസിദ്ധീകരണങ്ങളിൽ വായിച്ചിട്ടുണ്ട്. മണ്ണ് എന്ന് പറയുന്നത് മണലും കളിമണ്ണും സിൽറ്റും ചേർന്ന ഒരവസ്ഥയാണ്. മണൽ എന്ന് പറയുന്നത് 2 മില്ലിമീറ്ററിനേക്കാളും കൂടുതൽ വലിപ്പത്തിലുള്ള സാധനം. 0.002 മില്ലിമീറ്ററിനേക്കാളും താഴെ വലിപ്പത്തിലുള്ളതാണെങ്കിൽ അതിനെ കളിമണ്ണ് ക്ലേ എന്ന് പറയുന്നു. അതിനിടയിലുള്ളതിനാണ് സിൽറ്റ് എന്ന് പറയുന്നത്. ഈ 3 സാധനവും ഏകദേശം സമാസമം അടങ്ങിയിട്ടുള്ള ഒരു മണ്ണാണ് ഫലഭൂയിഷ്ടമായ മണ്ണ് എന്ന് വിവക്ഷിക്കപ്പെടുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കർഷക സമൂഹത്തോട് സംവദിക്കുമ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ജൈവ കൃഷി സമ്പ്രദായമാണെങ്കിലും പരിസ്ഥിതി സൗഹൃദ കൃഷി സമ്പ്രദായമാണെങ്കിലും ഇനി രാസ കൃഷി സമ്പ്രദായമാണെങ്കിലും ആത്യന്തികമായി അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നത് ആ കൃഷിഭൂമിയിൽ നിന്നും പരമാവധി കാർഷികോൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം.
രോഗകീട പ്രയോഗങ്ങൾ അതിന്റെ ബാധ പരമാവധി കുറച്ചു കൊണ്ടുവരാൻ സാധിക്കണം. ഉണ്ടാക്കപ്പെടുന്ന, സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്ന, ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുന്ന കാർഷികോൽപ്പന്നങ്ങൾ നല്ല വിപണി മൂല്യത്തിന് വിറ്റഴിക്കുവാൻ പറ്റുന്ന രീതിയിൽ സവിശേഷതകൾ ആവാഹിക്കുന്നതായിരിക്കണം. അതിനുവേണ്ടി ഞാൻ എന്തു സ്വീകരിക്കണം, ഏത് നിലപാട് സ്വീകരിക്കണം എന്നതാണ് ഒരു കർഷക സമൂഹത്തിന്റെ മുമ്പിലുള്ള ചോദ്യങ്ങൾ. ആ ഒരു അവസ്ഥയിൽ ചിന്തിക്കുമ്പോഴാണ് മണ്ണിന്റെ ഉൽപാദനക്ഷമത നിലനിർത്തുന്നതിൽ പരിസ്ഥിതി സൗഹൃദപരമായിട്ടുള്ള നിലപാടുകൾക്കും തത്വശാസ്ത്രങ്ങൾക്കും പ്രസക്തി ഉള്ളത്. ശാസ്ത്രം പറയുന്നത് ഒരു മണ്ണിന്റെ ഫലഭൂയിഷ്ഠ നിർണയിക്കുന്നത് ആ മണ്ണിന്റെ കാറ്റയോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി CEC എന്ന് പറയുന്ന ഒരു ഘടകമാണ്. അത് ജൈവവളമാണെങ്കിലും രാസവളമാണെങ്കിലും മണ്ണിലേക്ക് ചേർക്കപ്പെടുന്ന വളമൂല്യങ്ങൾ ഒലിച്ചു പോകാതെ, ആവിയായി പോകാതെ, നഷ്ടപ്പെട്ടു പോകാതെ അവിടെ വളരുന്ന സസ്യലതാദികൾക്ക് സമയബന്ധിതമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് നൽകുന്നതിന് വേണ്ടി സംഭരിച്ച് പാത്ത് പിടിച്ചു വെക്കാൻ മണ്ണിനെ ഒരുക്കുന്നത് മണ്ണിന്റെ കാറ്റയോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റിയാണ്. എല്ലാവർക്കും അറിയാം, മണ്ണിന്റെ ചാർജ് എന്ന് പറയുന്നത്, മണ്ണിന്റെ വൈദ്യുതി ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജാണ്. അതുകൊണ്ടാണ് നമ്മൾ വയറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എർത്ത് മണ്ണിലേക്ക് കുഴിച്ചിടുന്നത്. ഒരുവിധം പ്രധാനപ്പെട്ട വളമൂലകങ്ങൾ, അത് കാൽസ്യം ആണെങ്കിലും മഗ്നീഷ്യം ആണെങ്കിലും പൊട്ടാസ്യം ആണെങ്കിലും പ്രധാനപ്പെട്ട വളമൂലകങ്ങളൊക്കെ പോസിറ്റീവ് ചാർജുള്ള മൂലകങ്ങളാണ്. പോസിറ്റീവ് ചാർജുള്ള, ധനചാർജുള്ള ഇത്തരം വളമൂലകങ്ങളെ വെള്ളത്തിൽ ഒലിച്ചു പോകാതെ, ഊർന്നു പോകാതെ, ആവിയായിട്ട് പോകാതെ, ബാഷ്പീകരിച്ചു പോകാതെ അവിടെ നിലനിർത്തുന്നത് നെഗറ്റീവ് ചാർജുള്ള മണ്ണാണ്. ആ മണ്ണ് വിപരീത ചാർജുകൾ പരസ്പരം, പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ആകർഷണം പോലെ നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും പരസ്പരം ആകർഷിക്കും. ആ ആകർഷണ ഫലത്തിന്റെ ഭാഗമായിട്ട് വളത്തിന്റെ മൂലകങ്ങൾ, അയോണുകൾ ആ മണ്ണിൽ സംഭരിക്കപ്പെട്ടു പോകും. എത്രത്തോളം ഒരു മണ്ണിന് ഇത്തരം പോസിറ്റീവ് ചാർജുള്ള വളമൂലകങ്ങളെ സംഭരിച്ചു വെക്കുവാൻ ശേഷിയുണ്ട്, അതിന് ശേഷിയുണ്ട്, അതിനെ ആധാരമാക്കിയിട്ടാണ് മണ്ണിന്റെ വളക്കൂറ് നിശ്ചയിക്കപ്പെടുന്നത്. അതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴാണ് 3 ഘടകമാണ് മണ്ണിന്റെ CEC കപ്പാസിറ്റി കൂട്ടുന്നത്. ഏറ്റവും നല്ല CEC എന്ന് പറയുന്നത് CN അനുപാതം എന്ന് പറയുന്നത്, കാർബൺ നൈട്രജൻ അനുപാതം എന്ന് പറയുന്നത് 25:1, 25:1 എന്നതാണ്. അതുപോലെ CEC അതിലേക്ക് നയിക്കുന്നത് ഒന്ന് മണ്ണിൽ ചേർക്കപ്പെടുന്ന, മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ജൈവാംശങ്ങളാണ്. എത്രമാത്രം ജൈവവളം, കമ്പോസ്റ്റ്, ചാണകം, അതുപോലെ തന്നെ ഇലകളും കരിയിലകളും ദ്രവിച്ച് അഴുകിയത് മണ്ണോട് മണ്ണ് ചേരുന്നുവോ അത്രമാത്രം മണ്ണിന് വളം പിടിച്ചു വെക്കാനുള്ള ശേഷി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത് മണ്ണിന്റെ pH, പ്രത്യേകിച്ച് കേരളത്തിലെ മണ്ണിനെ പറ്റി പറയുമ്പോൾ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ മേഖലയിലെ കുറച്ച് സ്ഥലം ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്ഥലത്തുള്ള മണ്ണും പുളിരസമുള്ള മണ്ണാണ്. ഇപ്പോൾ പലപ്പോഴും മണ്ണിന്റെ pH 5.8-ന്റെയും 6.5-ന്റെയും ഇടയിലുള്ളപ്പോഴാണ് മിക്കവാറും മൂലകങ്ങൾ കാർഷിക വിളകൾക്ക് യാതൊരു തടസ്സവും കൂടാതെ ലഭ്യമായി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ മണ്ണിന്റെ pH ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ, അത് മണ്ണിര കമ്പോസ്റ്റിന്റെ പ്രയോഗമാകാം, കുമ്മായ വസ്തുക്കളുടെ പ്രയോഗമാകാം, ഡോളോമൈറ്റിന്റെ പ്രയോഗമാകാം, അതല്ലെങ്കിൽ മുട്ടത്തോടൊക്കെ പൊടിച്ചതിന്റെ പ്രയോഗമാകാം, പച്ചക്കക്കയുടെ പൊടിയുടെ പ്രയോഗമാകാം. ആ രീതിയിലൂടെ ആക്കിക്കൊണ്ടുവരണം. അതുപോലെ മണ്ണിൽ അടങ്ങിയിരിക്കുന്ന കളിമണ്ണിന്റെ അളവ്, അതും വളരെ പ്രധാനമാണ്. എങ്ങനെയാണെങ്കിലും ഏറ്റവും മുകൾ ഭാഗത്തുള്ള 2 ഇഞ്ച് മണ്ണിലാണ് ഏറ്റവും കൂടുതൽ കാറ്റയോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി അടങ്ങിയിരിക്കുന്നത്. രണ്ടാമത് പറയാനുള്ളത്, നേരത്തെ കോഫി ബോർഡ് ശാസ്ത്രജ്ഞൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. രാസവളങ്ങൾക്ക് പകരമായിട്ട്, സമാന്തരമായിട്ട് അവർ ശുപാർശ ചെയ്യപ്പെടുന്ന അളവിലും അർത്ഥത്തിലും പ്രധാനപ്പെട്ട മൂലകങ്ങൾ ലഭ്യമാകുവാൻ വേണ്ടി എന്ത് ചെയ്യണം? നമുക്കറിയാം,
ഏത് ചെടികളാവട്ടെ ഏറ്റവും കൂടുതൽ ആഗിരണം ചെയ്യപ്പെടുന്ന വലിച്ചെടുക്കപ്പെടുന്ന മൂലകങ്ങൾ കാർബണും ഓക്സിജനും ഹൈഡ്രജനുമാണ്. അന്നം, അന്നജം, കാർബോഹൈഡ്രേറ്റ് എന്ന് പറയപ്പെടുന്ന കപ്പയിലുള്ള, അരിയിലുള്ള, ചേമ്പിലുള്ള അന്നം, ആ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കുവാൻ പ്രധാനമായിട്ടും പ്രയോജനപ്പെടുത്തുന്നത് കാർബണും ഹൈഡ്രജനും ഓക്സിജനുമാണ്. ഒരു ചെടി പിഴുതെടുത്ത് തൂക്കി നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഭാരത്തിന്റെ 80% വരുന്നത് ഈ കാർബണും ഹൈഡ്രജനും ഓക്സിജനുമാണ്. ഇത് ആരും തന്നെ വളമായിട്ട് ചേർക്കുന്നില്ല. നാം ആരും വളക്കടയിൽ പോയിട്ട് വാങ്ങിക്കൊടുക്കാറില്ല. അത് അന്തരീക്ഷ വായുവിൽ നിന്നും വെള്ളത്തിൽ നിന്നും സമൃദ്ധമായിട്ട് ലോകത്തെങ്ങുമുള്ള സസ്യലതാദികൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രണ്ടാമത് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെയാണ് NPK എന്ന് പറയുന്നത്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. മലയാളത്തിൽ വാക്യജനകം, ഭാവകം, ക്ഷാരം എന്ന് പറയാറുണ്ട്. നൈട്രജൻ എന്ന് പറയുന്നത് ചെടികളെ സംബന്ധിച്ചിടത്തോളം സമൃദ്ധമായിട്ട് ചിനപ്പുണ്ടാകാൻ, ഇലകളുണ്ടാകാൻ, നല്ല ഇരുണ്ട പച്ചനിറമുണ്ടാകാനൊക്കെ സഹായിക്കുന്ന മൂലകമാണ്. കാലിവളത്തിലും കോഴിക്കാഷ്ടത്തിലും പിണ്ണാക്കുകളിലുമൊക്കെ അടങ്ങിയിട്ടുള്ള സാധനമാണ് വാക്യജനകം നൈട്രജൻ. ഇടിയും മിന്നലും സംഭവിക്കുന്ന സമയത്ത് പെയ്തിറങ്ങുന്ന മഴയിലും നൈട്രജൻ ഭൂമിയിലേക്ക്, മണ്ണിലേക്ക് ഇറങ്ങുന്നുണ്ട്. പയറുവർഗ്ഗങ്ങൾ കൃഷി ചെയ്യപ്പെടുന്ന സമയത്ത് അതിലെ വേരുകളിൽ കാണപ്പെടുന്ന കടുകുമണിയെ പോലെയുള്ള ചെറു മുഴകൾ, മൂലപർവകങ്ങൾ, റൂട്ട് നോഡ്യൂൾസ്, റൈസോബിയം എന്നറിയപ്പെടുന്ന ബാക്ടീരിയയുടെ സാന്നിധ്യത്തിൽ സ്വയം അന്തരീക്ഷത്തിലെ നൈട്രജനെ ആഗിരണം ചെയ്തുകൊണ്ട് വളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഓരോ പയറു ചെടിയും നിരവധി വളനിർമ്മാണശാലയുടെ ഒരു സമുച്ചയമാണ്. അത് തൊട്ടാവാടിയാണെങ്കിലും, നിലക്കടലയാണെങ്കിലും, മുതിരയാണെങ്കിലും, വിശാലമായ അർത്ഥത്തിൽ മുരിക്കുകളാണെങ്കിലും, ശീമക്കൊന്നയാണെങ്കിലും, വളപ്പയറാണെങ്കിലും, സസ്ബാനിയാണെങ്കിലും, ഡൈഞ്ചയാണെങ്കിലും എല്ലാം ആത്യന്തികമായിട്ട് ഈ ധർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം പ്രധാനപ്പെട്ട അസോസ്പൈറില്ലം, അസറ്റോബാക്ടർ തുടങ്ങിയ ജീവാണുവളങ്ങൾ, ആ ജീവാണുവളങ്ങൾ അസോള പോലെയുള്ള, ബ്ലൂ ഗ്രീൻ ആൽഗ പോലെയുള്ള സാധനങ്ങൾ, ഇതും അന്തരീക്ഷ നൈട്രജനെ വളമാക്കി മാറ്റുവാൻ ശേഷിയുള്ളതാണ്. രണ്ടാമത്തെ സാധനമാണ്, പ്രധാനപ്പെട്ട വളമൂലകമാണ്, പ്രാഥമിക വളമാണ് വാവകം എന്ന് പറയുന്ന ഫോസ്ഫറസ്. ചെടികൾക്ക് വേര്, സമൃദ്ധമായ വേര്, കരുത്തുള്ള വേര്, കൂടുതൽ വേരുകൾ, കൂടുതൽ കിഴങ്ങുകൾ, ചുവടുവണ്ണം കൂടുതലാവുക, ഇതിനെയൊക്കെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ചേരുവയാണ് ഫോസ്ഫറസ്. എല്ലുപൊടിയിലൂടെ മസൂറിയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന പാറപ്പൊടിയായ മസൂറിഫോസ്, രാജസ്ഥാനിൽ നിന്നും കുഴിച്ചെടുക്കുന്ന പാറപ്പൊടിയായ രാജഫോസ്, ഇത്തരം സാധനങ്ങളിലൂടെയൊക്കെ ലഭ്യമാകുന്ന സാധനമാണ് ഫോസ്ഫറസ്. മൂന്നാമത്തെ പ്രാഥമിക മൂലകമാണ് പൊട്ടാസ്യം. പൊട്ടാസ്യം അഥവാ ക്ഷാരം. ക്ഷാരം വെണ്ണീറിൽ ധാരാളമായിട്ട് അത് അടങ്ങിയിട്ടുണ്ട്. വെണ്ണീറിൽ തന്നെ തെങ്ങ്, കവുങ്ങ് പോലെയുള്ള മരങ്ങൾ, അതിന്റെ ഇലകളും തണ്ടുകളും കത്തിച്ചുണ്ടാക്കിയ വെണ്ണീറിൽ മറ്റ് മരങ്ങളിൽ അടങ്ങിയിരിക്കുന്ന മറ്റ് മരങ്ങളുടെ വെണ്ണീറിനേക്കാളും കൂടിയ അളവിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. കാരണം ലക്ഷറി കൺസപ്ഷൻ എന്ന രീതിയിൽ ആവശ്യത്തിനും കൂടുതൽ, ആ ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായതിനും കൂടുതൽ പൊട്ടാസ്യം മണ്ണിൽ നിന്നും വലിച്ചെടുക്കുന്ന സ്വഭാവമുള്ളതാണ് തെങ്ങും കവുങ്ങും. ആ ഒരു പ്രത്യേകത അതിനുണ്ട്. അത് നമുക്ക് പൊട്ടാസ്യം വളം ലഭിക്കുന്നത് എങ്ങനെയാണ്? വെണ്ണീരിലൂടെ കിട്ടുന്നു. അതുപോലെ കാപ്പിയുടെ ഉമി, നെല്ലിന്റെ ഉമി, എല്ലാ സസ്യലതാദികളുടെയും അതിന്റെ കായയെ പൊതിഞ്ഞു നിൽക്കുന്ന അതിന്റെ തോട്, ആ തോടിൽ ധാരാളമായിട്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. പൊട്ടാസ്യത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത്, അതിന്റെ ചുമതല എന്ന് പറയുന്നത്, അതിന്റെ ദൗത്യം എന്ന് പറയുന്നത് ചെടികൾക്ക് രോഗപ്രതിരോധ ശേഷി സമ്മാനിക്കുന്നു, കീടങ്ങൾ അകറ്റി നിർത്താനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു, ഒപ്പം പൂക്കൾ ഉണ്ടാക്കാനുള്ള, കായുണ്ടാകാനുള്ള, തിരിയുണ്ടാകാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു മൂലകമാണ് പൊട്ടാസ്യം. ജൈവ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല കൂടിയാണ് പൊട്ടാസ്യത്തിന്റെ ലഭ്യത. നമ്മളെ വയനാട്ടിലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം പഴയ കാലങ്ങളിൽ സമൃദ്ധമായിട്ട് കാപ്പിയുടെ ഉമിയും നെല്ലിന്റെ ഉമിയും ഉപയോഗിച്ചിരുന്നു. ഇന്ന് നെല്ല് സംഭരണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ പാടശേഖരങ്ങളിൽ നിന്നുള്ള പൊട്ടാസ്യത്തിന്റെ സ്രോതസ് മില്ലുകളിലേക്ക് പോവുകയാണ്. അതുപോലെ ഉണ്ടക്കാപ്പി വിൽക്കുന്നതിലൂടെ
പ്രധാനമായ നമ്മുടെ പൊട്ടാസ്യത്തിന്റെ സ്രോതസ്സായ കാപ്പിയുടെ ഹസ്ക് അത് നമ്മുടെ കുശാൽ നഗറിലെ മില്ലുകളിലേക്ക് പോവുകയാണ്. ഏതെങ്കിലും രീതിയിൽ ആ ഒരു കാപ്പിയുടെ ഉമിയും നെല്ലിന്റെ ഉമിയും തിരിച്ചു പിടിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് നല്ലൊരു സ്രോതസ്സായിട്ട് തന്നെ വർത്തിക്കാൻ സാധിക്കും. പിന്നീട് കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, ദ്വിതീയ മൂലകങ്ങൾ, സൂക്ഷ്മ മൂലകങ്ങൾ അങ്ങനെ പോകുന്നു. പറഞ്ഞു വരുന്നത് നേരത്തെ കോഫി ബോർഡിന്റെ ആ ചർച്ചയിൽ പറഞ്ഞതുപോലെ നമുക്ക് അദ്ദേഹം പറഞ്ഞു ഒരു ഹെക്ടർ സ്ഥലത്ത് 120 കിലോഗ്രാം നൈട്രജനും 90 കിലോഗ്രാം ഫോസ്ഫറസും 120 കിലോഗ്രാം പൊട്ടാസ്യവും റോബസ്റ്റ കാപ്പിക്ക് ആവശ്യമാണ്. അത് സാധിക്കുമെങ്കിൽ 3 തവണകളായിട്ട് ചേർത്ത് കൊടുക്കണം എന്ന് പറയുകയുണ്ട്. ഇത് രാസവളം ഉപയോഗിക്കുന്ന ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം യൂറിയയും പൊട്ടാഷ്യം സൂപ്പർ ഫോസ്ഫേറ്റുമായിട്ട് ചേർത്ത് കൊടുക്കും. അത് ജൈവ കൃഷി അനുവർത്തിക്കുന്ന ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിന് ഉപോത്ബലകമായിട്ട് ആനുപാതികമായിട്ട് നാം തയ്യാറാക്കുന്ന ജൈവവളം അത് കമ്പോസ്റ്റിന്റെ രൂപത്തിലാകാം, ബയോഗ്യാസ് സ്ലറിയുടെ രൂപത്തിലാകാം, മണിര കമ്പോസ്റ്റിന്റെ രൂപത്തിലാകാം, ചകരിച്ചോറ് കമ്പോസ്റ്റിന്റെ രൂപത്തിലാകാം, അതുപോലെ തന്നെ കാലിവളത്തിന്റെ രൂപത്തിലാകാം, കോഴിവളത്തിന്റെ രൂപത്തിലാകാം. അങ്ങനെ പലതരത്തിലുള്ള കമ്പോസ്റ്റിന്റെ രൂപത്തിലോ ജൈവ വളത്തിന്റെ രൂപത്തിലോ നമുക്ക് അത് സമാഹരിക്കാം. അങ്ങനെ സമാഹരിക്കപ്പെടുന്ന ആ ഒരു വളത്തിൽ, ജൈവവളത്തിൽ ഈ പറയപ്പെടുത്ത രീതിയിലുള്ള ഒരു അനുപാതം ചെടിക്ക് ലഭ്യമാകേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് നമ്മൾ അല്ലെങ്കിൽ സമ്പുഷ്ടീകരിച്ച ജൈവവളം എന്ന് പറയുന്നത്. സമ്പുഷ്ടീകരിച്ച ജൈവവളം എന്ന് പറയുന്നത് ഈ ഒരു ജൈവവളത്തിന്റെ കൂടെ ചേർത്ത് കൊടുക്കുന്ന ചില സൂക്ഷ്മജീവികളുണ്ട്. ഉദാഹരണത്തിന് നൈട്രജന്റെ അളവ് വർദ്ധിപ്പിക്കുവാൻ, നൈട്രജന്റെ ഫിക്സേഷൻ യൗഗീകരണം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന അസോസ്പൈറില്ല, അസറ്റോബാക്ടർ, സ്യൂഡോമോണാസ്, ആ ഒരു കാറ്റഗറിയിലുള്ള ധാരാളം ബാക്ടീരിയ സൂക്ഷ്മജീവികളുണ്ട്. ആ ജീവികളെ നമുക്ക് ദ്രാവക രൂപത്തിലും തരി രൂപത്തിലും പൊടി രൂപത്തിലും വാങ്ങാൻ കിട്ടും. വലിയ വിലയൊന്നുമില്ല. നമ്മുടെ റിസർച്ച് സ്റ്റേഷനിലുണ്ട്. അതുപോലെ തന്നെ ജീവാണു വളങ്ങളൊക്കെ വിൽക്കപ്പെടുന്ന ഉത്തരവാദിത്തമുള്ള കടകളിൽ നമുക്ക് ലഭ്യമാകും. അത്തരം സ്ഥലങ്ങളിൽ നിന്നും അത് വാങ്ങിയിട്ട് 1 ക്വിന്റൽ ജൈവവളത്തിന്റെ കൂടെ 1 കിലോഗ്രാമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ മണ്ണിൽ അലേയമായി കിടക്കുന്ന അല്ലെങ്കിൽ മണ്ണിലുള്ള ആ ഒരു സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് അന്തരീക്ഷ നൈട്രജനെ ആഗിരണം ചെയ്ത് അതിന്റെ നൈട്രജന്റെ ലഭ്യത വർദ്ധിപ്പിക്കും. ഏതുപോലെ നമ്മൾ യൂറിയ ചേർക്കുമ്പോഴും അമോണിയ ചേർക്കുമ്പോഴും ഫാക്ടം ഫോസ് ചേർക്കുമ്പോഴും എത്രമാത്രം അമോണിയ കിട്ടുമോ ഏകദേശം അതിനോട് അടുത്ത രീതിയിൽ അതേ രാസവളങ്ങൾ പ്രയോഗിക്കാതെ തന്നെ നമ്മുടെ ചെടികൾക്ക് നൈട്രജൻ ലഭ്യമാക്കുവാനാണ് അസോസ്പൈറിലം പോലെയുള്ള, അസറ്റോബാക്ടർ പോലെയുള്ള ഇത്തരം സാധനങ്ങൾ കൊണ്ട് സമ്പുഷ്ടീകരിച്ച വളം ഉപയോഗിക്കുന്നത്. അതുപോലെ ഫോസ്ഫറസ് മണ്ണിൽ കാലങ്ങളായിട്ട് ചേർത്ത് കൊടുക്കുന്ന എല്ലുപൊടിയും രാജിഫോസും മസൂറി ഫോസും ഒക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഒരു 5 വർഷം മുമ്പ് ഉപയോഗിച്ച മസൂറി ഫോസിന്റെ അംശം പോലും അവിടെ തന്നെ കിടക്കുന്നുണ്ടാകാം. അത് സ്ലോ റിലീസിംഗ് ആണ്, ആസിഡ് സൊല്യൂബിൾ ആണ്, വാട്ടർ സൊല്യൂബിൾ അല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ മണ്ണിൽ ഉപയോഗിക്കാതെ പ്രയോജനപ്പെടുത്താതെ അവിടെ തന്നെ കിടക്കുന്ന ആ ഒരു ഫോസ്ഫറസിന്റെ അംശം പ്രവർത്തിച്ച് വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടികളിലേക്ക് ലഭ്യമാക്കുന്ന, അതിന് സഹായിക്കുന്ന ബാസിലസ് മെഗാതറിയം ഫോസ്ഫാറ്റിക്കം പോലെയുള്ള ബാക്ടീരിയയുണ്ട്. അത്തരം ബാക്ടീരിയകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ പൊട്ടാസ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുന്ന പൊട്ടാസ്യം മൊബിലൈസിംഗ് ബാക്ടീരിയ എന്ന് പറയുന്ന ഫ്രച്ചൂറിയ, ഔറൻഷ്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ ഉണ്ട്. സിങ്കിന്റെ ലഭ്യത, കാൽസ്യത്തിന്റെ ലഭ്യത, അതുപോലെ തന്നെ മാംഗനീസിന്റെ ലഭ്യത, പ്രധാനപ്പെട്ട മൂലകങ്ങളുടെയൊക്കെ ലഭ്യത വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ബാക്ടീരിയ ഉണ്ട്. അത്തരം എല്ലാ ബാക്ടീരിയകളുടെയും ഒരു കൺസോർഷ്യം എന്ന രീതിയിൽ കൺസെപ്റ്റ് പോലെ നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഇനങ്ങളും നമുക്കുണ്ട്. അത്തരം സാധനങ്ങൾ വാങ്ങിയിട്ട് ഏതാണ് നമുക്ക് സൗകര്യം ആ സൗകര്യപ്പെട്ട ജൈവവളത്തിന്റെ കൂടെ മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അഭികാമ്യമാണ്. അതോടൊപ്പമാണ് ജൈവ കൃഷിയെ സംബന്ധിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ മണ്ണിനെ സംബന്ധിച്ച് പറയുമ്പോൾ, ആ മണ്ണിനെ നേരിട്ട് സൂര്യപ്രകാശം തളിക്കുന്നതിൽ നിന്നും സംരക്ഷിക്കുവാൻ വേണ്ടി ജൈവ പുതപ്രയോഗം, ഓർഗാനിക് മൾച്ചിങ്, അത് വളരെ പ്രധാനമാണ്. സൂര്യപ്രകാശം നേരിട്ട് തളിക്കുന്നത് കൊണ്ട് ഉപകാരവുമുണ്ട്, ഉപദ്രവവുമുണ്ട്. ഉപകാരം എന്ന് പറയുന്നത് ദ്രുതവാട്ടത്തിന്റെയും സാവധാന വാട്ടത്തിന്റെയും മഹാളിയുടെയും പോലെയുള്ള ധാരാളം രോഗങ്ങൾ പകർത്തുന്ന രോഗാണുക്കളുടെ ബീജങ്ങളും വിത്തുകളും അതിന്റെ അളവ് കുറയാൻ അത് സഹായിക്കും. അതേസമയം മണ്ണിൽ ഉൾക്കൊള്ളുന്ന ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുന്ന മിത്രജീവികൾ കോടാനുകോടി സൂക്ഷ്മജീവികളുണ്ട്. ആ സൂക്ഷ്മജീവികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു മൈക്രോ ക്ലൈമറ്റ് മണ്ണിൽ ഉണ്ടാകണം.
അതിനുള്ള ഒരു ഈർപ്പം ഉണ്ടാകണം, അതിനുള്ള അനുയോജ്യമായ ഒരു ചൂട് മാത്രമേ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. ആ രീതിയിൽ ക്ലേദങ്ങൾ രൂപം കൊള്ളണം. അതിനാവശ്യമായിട്ട് കരിയിലകളും അതുപോലെ തന്നെ ചവറുകളും അതുപോലെ വൈക്കോലുകളും അവിടെ വിന്യസിക്കപ്പെടണം, പുതിയായി ഇടപെടണം. അത് വലിയൊരു സംരക്ഷണത്തിന്റെ ഭാഗമാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുക, പരമ്പരാഗതമായ രീതിയിൽ മണ്ണിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫലഭൂയിഷ്ഠത കൂട്ടുന്ന ഒരു പരിപാടിയാണ് വലിയ വലിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നത്. വലിയ മരങ്ങൾക്ക് അതിൻ്റെതായ പ്രസക്തി ഉണ്ടായിരുന്നു. പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ മണ്ണ് പെട്ടെന്ന് വരണ്ടു പോകില്ലായിരുന്നു. അതുപോലെ വളത്തിന്റെ കുറവ് അനുഭവപ്പെടാറില്ലായിരുന്നു. പെട്ടെന്ന് ചെടികൾ വാടിപ്പോകാറില്ലായിരുന്നു. കാരണം എന്താണ്? ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ ആവാസ വ്യവസ്ഥിതിയിൽ തന്നെ ഈ ഒരു ചുറ്റുപാടൊക്കെ ക്രമീകരിക്കുവാനും അതിന്റെ സന്തുലനാവസ്ഥ ബാലൻസ് കീപ്പ് ചെയ്യുവാനുമുള്ള മെത്തഡോളജി പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് വലിയ ഒരു പ്ലാവ് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം, അല്ലെങ്കിൽ വലിയ ഒരു പുളി മരം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം, ആ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ആ മരത്തിന്റെ ആഴത്തിൽ വളരുന്ന 3-4 മീറ്റർ ആഴെ നിന്നും വലിച്ചെടുക്കുന്ന മൂലകങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള മൂലകങ്ങൾ, ആ മൂലകങ്ങൾ വേരിലൂടെ, കാണ്ഡഭാഗത്തിലൂടെ, ഞെട്ടിലൂടെ ആ മരത്തിന്റെ ഏറ്റവും ഉച്ചിയിലുള്ള ഇലകളിലേക്ക് എത്തുന്നു. അങ്ങനെ ആഴ്ചകൾ കൊണ്ട്, മാസങ്ങൾ കൊണ്ട് അവിടെ പാചകം നടക്കുന്നു, പ്രകാശ സംശ്ലേഷണം നടക്കുന്നു, പാചകം ചെയ്യുന്നു. അത് ഫ്ലോയ് വെസലിലൂടെ താഴേക്കെത്തുന്നു. ക്രമേണ അതിന് വയസ്സാകുന്നു, ഇലകൾക്ക് വയസ്സാകുന്നു, അത് കാറ്റത്ത് വീഴുന്നു. അങ്ങനെ ആയിരക്കണക്കിന് ഇലകൾ വീണ് പൊതിയായിട്ട് മാറുന്നു, മണ്ണോട് മണ്ണ് ചേരുന്നു. എന്താണ് അതിന്റെ കാരണം? എന്താണ് അതിലൂടെ ഉണ്ടാകുന്നത്? ഒരു വലിയ കിണർ, ആ കിണറിൽ നിന്നും അടിഭാഗത്തു നിന്നുള്ള വെള്ളം അതിന്റെ സമീപത്ത് വെച്ച ഒരു ഇറിഗേഷൻ പമ്പ് സെറ്റ് എങ്ങനെ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടോ ഡീസൽ ഉപയോഗിച്ചുകൊണ്ടോ പെട്രോൾ ഉപയോഗിച്ചുകൊണ്ടോ പ്രവർത്തിപ്പിച്ച് ആ കിണറിന്റെ ആഴിയിൽ നിന്നും വെള്ളം മുകൾ ഭാഗത്തെ ടാങ്കിലേക്ക് എത്തിക്കുന്നു, ആ ടാങ്കിൽ നിന്നും ചുറ്റുഭാഗത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇതേപോലെ വലിയൊരു മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വേരുകളിലൂടെ വളം, മൂലകങ്ങൾ വലിച്ചെടുക്കുന്നു, ഭൂമിയുടെ പുറത്തേക്ക് എത്തിക്കുന്നു. അത് സ്വാഭാവികമായിട്ടും ആ ഒരു മണ്ണിൽ വളരുന്ന സാധാരണ സസ്യലതാദികൾക്കും കാർഷിക വിളകൾക്കും ചെറുതല്ലാത്ത അളവിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ സാങ്കേതികമായിട്ട് ന്യൂട്രിയൻ പമ്പിംഗ് എന്നാണ് പറയുക. ന്യൂട്രിയൻസ്, പോഷകങ്ങളുടെ പമ്പിംഗ്, ആ ധർമ്മം നിർവഹിക്കുന്ന ഒരു പമ്പ് സെറ്റിന്റെ ധർമ്മം നിർവഹിക്കുന്ന ഒരു റോളായിരുന്നു വലിയ വലിയ വൃക്ഷങ്ങൾക്ക്, വലിയ വലിയ മരങ്ങൾക്ക് അതിൻ്റെതായ പങ്കുണ്ട്. സാധാരണ ഉപരിപ്ലവമായിട്ട് വളരുന്ന ചെടികൾ, കുറ്റിച്ചെടികൾ മുകൾ ഭാഗത്തുള്ള 1-2 അടിഭാഗത്തുള്ള മണ്ണിൽ നിന്നാണ് വലിച്ചെടുക്കുക. അതേസമയം വലിയ മരങ്ങൾ എന്ന് പറയുന്നത് ആഴത്തിൽ നിന്നും വലിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ആവശ്യമായ സൂക്ഷ്മ വളങ്ങൾ, ആവശ്യമുള്ള ദ്വിതീയ മൂലകങ്ങൾ എല്ലാം സുഭിക്ഷമായിട്ട് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്, അതിൻ്റെതായ പ്രസക്തിയുമുണ്ട്. അതുപോലെ പിന്നെ നമ്മള് പഴയ കാലങ്ങളിലൊക്കെ ധാരാളമായിട്ട് ആ ഒരു ആവാസ വ്യവസ്ഥയിൽ നമ്മുടെ പാടശേഖരങ്ങളിലൊക്കെ പല പല ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു. ജൈവ വൈവിധ്യം കൊണ്ട്, സസ്യവൈവിധ്യം കൊണ്ട് സമ്പന്നമായിരുന്നു. നമ്മുടെ പാടങ്ങളിൽ കാൽസ്യം കാർബണേറ്റിന്റെ സമൃദ്ധമായ പുറന്തോടുള്ള കക്ക പോലെയുള്ള, നുഞ്ഞു പോലെയുള്ള ജലജീവികൾ ഉണ്ടായിരുന്നു. ആ ജലജീവികളെ ഭക്ഷിക്കുന്ന ഞണ്ടുകൾ ഉണ്ടായിരുന്നു. ആ ഞണ്ടുകളെ ഭക്ഷിക്കുന്ന കുറുക്കന്മാരുണ്ടായിരുന്നു. ആ കുറുക്കന്മാര് രാവാകുമ്പോൾ ഗാർഡൻ ലാൻഡിൽ പോയിട്ട്, കുന്നിൻ പ്രദേശത്ത് പോയിട്ട്, തോട്ടങ്ങളിൽ പോയിട്ട് വിസർജിക്കുമായിരുന്നു. സ്വാഭാവികമായിട്ടും പാടങ്ങളിലുള്ള പുളിരസം, പറമ്പുകളിലുള്ള പുളിരസം ആരുമാരും കുമ്മായം ചേർക്കാതെ തന്നെ ക്രമീകരിക്കപ്പെടുമായിരുന്നു. ആ അവസ്ഥ മാറി. ഇന്ന് ഞണ്ടുകൾ കുറഞ്ഞുപോയി, നുഞ്ഞുകൾ കുറഞ്ഞുപോയി, കുറുക്കന്മാരില്ലാതെയായി പോയി. സ്വാഭാവികമായിട്ടും ജൈവവൈവിധ്യം താറുമാറായി പോയി, സസ്യവൈവിധ്യം താറുമാറായി പോയി. സ്വാഭാവികമായിട്ടും നാം കൃത്രിമമായിട്ട് നമ്മൾ കുമ്മായ പ്രയോഗം നടത്തേണ്ടിയിരിക്കുന്നു. കുമ്മായ പ്രയോഗം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വളരെ പ്രധാനമാണ്. ഒട്ടുമിക്ക രോഗങ്ങളുടെയും നാരായ വേര് നിലനിൽക്കുന്നത് മണ്ണിന്റെ കുളിരസത്തിലാണ്. നാം അറിയുക, നമ്മുടെ വീട്ടിൽ നമ്മൾ നാരങ്ങ കൊണ്ടുപോകുന്നു, മാങ്ങ കൊണ്ടുപോകുന്നു, ആപ്പിൾ കൊണ്ടുപോകുന്നു. ഒരു 3 ദിവസം കഴിഞ്ഞാൽ നാം സൂക്ഷിച്ചു വെച്ച ആ റൂമിൽ ആ പഴങ്ങളെ നിരീക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ആ പഴങ്ങളിൽ പൂപ്പല് കൊണ്ട് പൊതിയുന്നത് നമ്മൾ കൊണ്ടുവച്ച പുളി നാരങ്ങയിലായിരിക്കും. അതേസമയം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം ആപ്പിളിലും മാങ്ങയിലും പൂപ്പല് പൊതിയുക. ഇത് അറിയിക്കുന്നത് എന്താണ്? പുളിരസം എവിടെയുണ്ട്, അസിഡിറ്റി എവിടെയുണ്ട്,
അവിടെയാണ് പെട്ടെന്ന് പൂപ്പലുകൾ വരിക, അവിടെയാണ് അത് കുടലാണെങ്കിൽ അൾസർ വരും, അതുപോലെ തന്നെ നമ്മുടെ കക്ഷങ്ങളാണെങ്കിൽ പൂപ്പൽ വരും, അതുപോലെ സസ്യലതാദികളാണെങ്കിൽ വേരിനെ ബാധിക്കുന്ന, കിഴങ്ങിനെ ബാധിക്കുന്ന ഫംഗസ് ഇനത്തിൽപ്പെട്ട, കൂൺ ഇനത്തിൽപ്പെട്ട ധാരാളം രോഗാണുക്കൾ പെട്ടെന്ന് വരും. അപ്പോൾ അത് പുളിരസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പുളിയുള്ള മണ്ണ് എന്ന് പറയുന്നത് പിത്തിയം, ഫൈറ്റോത്തോറ, ഫ്യൂസേറിയം പോലെയുള്ള വിവിധ പേരുകളിലുള്ള നമ്മളെ പ്രധാനപ്പെട്ട കാർഷിക വിളകളെയൊക്കെ താറുമാറാക്കുന്ന ഫംഗസ് രോഗങ്ങൾ കൊണ്ട് പെട്ടെന്ന് പ്രശ്നം ബാധിതമാകാൻ സാധ്യതയേറെയാണ്. അതുകൊണ്ട് കൂടിയാണ് കൃത്യമായിട്ട് കുമ്മായ പ്രയോഗം നടത്താൻ പറയുന്നത്. മറ്റൊന്ന്, നമ്മൾ ചേർത്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ മണ്ണിൽ തന്നെയുള്ള ജൈവവളമാണെങ്കിലും അല്ലാത്ത വളമാണെങ്കിലും അത് കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് കൃത്യമായ തോതിൽ വലിച്ചെടുക്കണമെങ്കിൽ മണ്ണിന്റെ പുളിരസം അത് ക്രമീകരിക്കണം. നെല്ലായിട്ട് നാം കഴിക്കാറില്ല. അതിനെ കുത്തണം, അതിനെ പാചകം ചെയ്യണം, അതിനെ ചോറാക്കണം, കഞ്ഞിയാക്കണം, അപ്പമാക്കണം, ആ രീതിയിലാണ് നാം ഭക്ഷിക്കാറ്. എന്നതുപോലെ നാം ചേർത്ത് കൊടുക്കുന്ന ആ ഒരു വളം എന്ന് പറയുന്നത് നേരിട്ട് ചെടികളാരും വലിച്ചെടുക്കുന്നില്ല. മറിച്ച് അത് അയോണിക് രൂപത്തിലാക്കിയിട്ട് ചെടിക്ക് വലിച്ചെടുക്കുന്ന രൂപത്തിലും പാകത്തിലും പക്വതയിലും പരുവത്തിലുമാക്കണം. ആ ഒരു ദൗത്യം നിർവഹിക്കുന്നത് എന്ന് പറയുന്നത് സൂക്ഷ്മജീവികളാണ്. അതിനനുകൂലമായിട്ടുള്ള ഒരു രസതന്ത്രപരമായ സാഹചര്യം ഒരുക്കുന്നത് എന്ന് പറയുന്നത് ആ ഒരു മണ്ണിന്റെ pH ആണ്. അതുകൊണ്ട് തന്നെ മണ്ണിന്റെ pH ക്രമീകരിക്കുക എന്നത് രോഗനിയന്ത്രണത്തിനും വളങ്ങളുടെ ആഗിരണത്തിനും വളരെ പ്രധാനമാണ്. അപ്പോൾ ശരാശരി പറയാറ് ഒരു സെന്റ് സ്ഥലത്ത് 2 കിലോഗ്രാമെങ്കിലും കുമ്മായം ചേർത്ത് കൊടുക്കണം. അതുപോലെ ഒരു ഏക്കർ സ്ഥലത്ത് 240 കിലോഗ്രാം കുമ്മായം ചേർത്ത് കൊടുക്കണം. ഒരു തെങ്ങാണെങ്കിൽ 2 കിലോഗ്രാം. അതുപോലെ വാഴയാണെങ്കിലും കാപ്പിയാണെങ്കിലും കുരുമുളകാണെങ്കിലും കവുങ്ങാണെങ്കിലും ശരാശരി 1/2 കിലോഗ്രാം ഡോളോമൈറ്റോ അല്ലെങ്കിൽ ചുണ്ണാമ്പ് കല്ല് പൊടിയോ അല്ലെങ്കിൽ നീറ്റുകക്ക നീറ്റിയിട്ട് കുമ്മായമാക്കിയതോ ചേർത്ത് കൊടുക്കണം. 1-2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാൻ സാധിക്കണം. അപ്പൊ ശരാശരി 600 കിലോഗ്രാം കുമ്മായ വസ്തുക്കളാണ് ഒരു ഹെക്ടർ സ്ഥലത്തേക്ക് പറയാറ്. കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമുക്ക് മണ്ണ് പരിശോധന നടത്തിയിട്ട് ആ റിസൾട്ട് സോയിൽ ഹെൽത്ത് കാർഡ് ലഭിച്ച് അതിന് വിധേയമായിട്ട് നമുക്ക് അത് ക്രമീകരിക്കാവുന്നതാണ്. ഇത്രയാണ് പൊതുവായിട്ട് പ്രാരംഭമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി പരിമിതമായ സദസ്സാണെങ്കിലും ഇനി നിങ്ങൾ ഇടപെടുന്നതനുസരിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാം. അതിനു വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെക്കാം. സ്വാഗതം ചെയ്യുക. മണ്ണിന്റെ ആരോഗ്യം പറയുമ്പോൾ പൊതുവെ ജൈവ രീതിയിലാണ് മെച്ചം എന്നാണ് ധാരണ. നമ്മളിപ്പോൾ ജൈവ രീതി ചെയ്യുന്ന ആളാണ്. പക്ഷെ അതിൽ കുമ്മായ ഇടുമ്പോൾ മണ്ണിൽ നശിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് കുമ്മായാണോ അല്ല ഈ പച്ച കപ്പപ്പൊടി പറഞ്ഞിട്ട് അത് ഒരു പരിഹാരമാണോ, ഏതാണ് തെറ്റ്? പിന്നെ വേറൊരു വശം, ഇപ്പം സാധാരണ പറയുന്നുണ്ട് ആരോഗ്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ അപ്പുറം തൊടാണ്ടെന്നാണ് പറഞ്ഞിട്ട് രാസോ ജൈവോ എവിടെയും ഞാൻ മനസ്സിലാക്കിയതിൻ്റെ കുഴപ്പമെന്നറിയില്ല. എവിടെയാണ് സാറ് പോയിന്റ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സാധാരണ പറയാറുണ്ട് ഈ ചെടിക്ക് നൈട്രജനും ഫോസ്ഫറസും രാസവും ജൈവമൊന്നും ഇല്ല, അത് ഒരേപോലെയാണ്, അവർ ഏതും കൊടുക്കാം എന്നുള്ള ചില ഈ വാഗ്വാദങ്ങളിൽ ചിലവർക്ക് പറഞ്ഞു വരുന്നു. അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണ്? ഞാനിപ്പം കൃഷി ചെയ്യുന്ന ആളാ, 10-15 വർഷമായി രാസവസ്തുക്കളൊന്നും കിരാശിയൊന്നും പിന്നെ അടുപ്പിക്കാറില്ല, ജൈവരീതിനെ ചെയ്യുന്നു. പക്ഷെ അത് മിനിമം വിളവ് കിട്ടുന്നുണ്ട്, നെല്ല് ചെയ്യുന്നുണ്ട്. പക്ഷെ പച്ചക്കറിക്ക് കുറച്ച് വിഷം സംഭവിക്കുന്നുണ്ട്, കിടങ്ങൾ ആക്രമിക്കുന്നുണ്ട്. പക്ഷെ നെല്ലിന് വലിയ പ്രശ്നമൊന്നുമില്ല. ചില സീസണിൽ ചായ ഇടുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പരിമിതമായ വിളവ് കിട്ടുന്നിട്ട് ചെയ്യുന്നുമുണ്ട്. പക്ഷെ അവിടെ ഈ തർക്കത്തിൽ ഉള്ള സാറിൻ്റെ അഭിപ്രായം എന്താണ്? 2 ചോദ്യമാണ്. ഒന്ന്, കുമ്മായ പ്രയോഗം, അതിൻ്റെ രീതിശാസ്ത്രം. അത് കുമ്മായ പ്രയോഗം ആവശ്യമാണ് എന്നതിൽ തർക്കമില്ല. സാധാരണ രീതിയിലുള്ള കുമ്മായം പ്രയോഗിക്കുമ്പോൾ മണ്ണിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മജീവികൾക്കും മണ്ണിരകൾ ഉൾപ്പെടെയുള്ള ചില സ്ഥൂലജീവികൾക്കും അതിൻ്റെ എണ്ണത്തിൽ ചെറിയ കുറവ് സംഭവിക്കാറുണ്ട്. പക്ഷേ അത് മൊത്തത്തിൽ നോക്കുമ്പോൾ അത് നിസ്സാരവൽക്കരിക്കാൻ പറ്റുന്ന ഒരു തെറ്റായിട്ടാണ് കാണുന്നത്. അതായത് ഒരു സെന്റ് സ്ഥലം എന്ന് പറയുന്നത് 40 ചതുരശ്ര മീറ്ററാണ്. 40 ചതുരശ്ര മീറ്റർ വരുന്ന ഒരു സെന്റ് സ്ഥലം, അതിന് 1 അടി വലിപ്പത്തിൽ 1 അടി താഴ്ചയിലുള്ള മണ്ണ്, 40 ചതുരശ്ര മീറ്ററിൽ 1 അടി താഴ്ചയിലുള്ള മണ്ണ് തൂക്കി നോക്കുകയാണെങ്കിൽ മൊത്തം 12,000 കിലോഗ്രാം മണ്ണ് വരും. മൊത്തം 12,000 കിലോഗ്രാം മണ്ണിലേക്കാണ് നാം 2 കിലോഗ്രാം കുമ്മായ വസ്തുക്കൾ ചേർക്കുന്നത്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും 12,000 കിലോഗ്രാമിൽ ഉള്ള സൂക്ഷ്മജീവികളിൽ
2 കിലോഗ്രാം വരുന്ന കുമ്മായ വസ്തുക്കൾ ചേർക്കുമ്പോഴുണ്ടാകുന്ന ഇമ്പാക്റ്റ് പലപ്പോഴും നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന റോഡുകളിൽ ലഭ്യമാകുന്ന കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും രീതി നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കുന്നത് പോലെ ആ രീതി നമുക്ക് കമ്പയർ ചെയ്യാം. അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ ഈ ഓർഗാനിക് ഫാമിംഗ് പല തരത്തിലുണ്ട്. നമ്മൾ ഇന്ത്യയിൽ തന്നെ പ്രചാരത്തിൽ 13ഓളം തരത്തിലുള്ള ഓർഗാനിക് ഫാമിംഗ് ഉണ്ട്. ഹോമ ഫാമിംഗ് ഉണ്ട്, ബയോഡൈനാമിക് ഫാമിംഗ് ഉണ്ട്, ഫുക്കുവോക്കയുടെ ഒറ്റവൈക്കോൽ വിപ്ലവം ആ രീതി അവലംബിക്കുന്നവരുണ്ട്. നമ്മുടെ സുഭാഷ് പലേക്കറുടെ സീറോ ബഡ്ജറ്റ് ഫാമിംഗ് ഉണ്ട്, അതുപോലെ തന്നെ നാച്ചുറൽ ഫാമിംഗ് ഉണ്ട്, പെർമാകൾച്ചർ ഉണ്ട്, അങ്ങനെ സർട്ടിഫൈഡ് ഓർഗാനിക് ഫാമിംഗ് ഉണ്ട്. വ്യത്യസ്തമായ ഓർഗാനിക് രീതി, ജൈവ രീതി പിന്നെ പരിപാടികളുണ്ട്. ഓരോ രീതിക്കും അതിൻ്റെതായ ഒരു മെത്തഡോളജി ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ചില രീതികളിൽ അവരെ ഈ പറയപ്പെട്ട എന്താ പറയുക, ഈ ചൂളയ്ക്ക് വെച്ച ബേൺ ലൈം അല്ലെങ്കിൽ നീറ്റ് കക്ക കുമ്മായമാക്കി മാറ്റുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. അത്തരം അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ രീതിയിൽ പച്ചക്കക്കപ്പൊടി ചെയ്യുന്നതായിരിക്കും അഭികാമ്യം. അതാണ് അതിനെപ്പറ്റി പറയാനുണ്ട്. രണ്ടാമത് പറയുന്നത്, നമ്മൾ സ്വാഭാവികമായിട്ടും സംസാരിക്കുമ്പോൾ ഇതെല്ലാം ആപേക്ഷികമാണ്. ആപേക്ഷികം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളൊക്കെ ഡിബേറ്റബിൾ ആണ്. നമ്മൾ പരസ്പരം പിന്നെന്താ പറയുക, ആരോഗ്യപരമായ സംവാദത്തിന് സാധ്യതയുള്ള ചില വിഷയങ്ങളുണ്ട്. നമ്മൾ പിന്നെ രാസവളങ്ങളിലും രാസവളത്തെ പറ്റി പറയാം. നമ്മൾ ജലജീവികൾ, മത്സ്യം ഉൾപ്പെടെയുള്ള ജലജീവികൾ, ആ ജലജീവികളുടെ വിസർജ്യം അമോണിയയാണ്. മനുഷ്യർ ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങൾ ഉൾപ്പെടെയുള്ള ജീവികളുടെ വിസർജ്യം എന്ന് പറയുന്നത് യൂറിയയാണ്. പക്ഷികളുടെ, നമ്മൾ കോഴി, താറാവ് പോലെയുള്ള പക്ഷികളുടെ വിസർജ്യം യൂറിക് ആസിഡാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതെല്ലാം അതിന്റെ പേര് നോക്കിയിട്ട് ചാണകത്തിൽ അല്ലെങ്കിൽ എന്താ പറയുക ഗോമൂത്രത്തിൽ യൂറിയ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചേർക്കാതിരിക്കുന്നില്ല. അതിൻ്റെതായ സ്രോതസ്സും അതിൽ അടങ്ങിയിരിക്കുന്ന അതിന്റെ പാർശ്വഫലങ്ങളും താരതമ്യപ്പെടുത്തിയിട്ട് പാർശ്വഫലങ്ങൾ കുറഞ്ഞ ഗുണഫലങ്ങൾ കൂടിയ സാധനങ്ങൾ നമ്മൾ സ്വീകരിക്കും. അപ്പോൾ അത് എല്ലാത്തിലും പ്രസക്തമാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കീടനാശിനികളാണെങ്കിലും രാസവസ്തുക്കളാണെങ്കിലും കളനാശിനികളാണെങ്കിലും ഇതൊക്കെ എന്താ പറയുക, അതിലൊക്കെ കോട്ടങ്ങളുണ്ട്, നേട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ ജീവരക്ഷാ ഔഷധങ്ങൾ, നാം സാധാരണ ഇപ്പോൾ ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നതിന് നല്ല പ്രചാരണം നടക്കാറുണ്ട്. ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആന്റിബയോട്ടിക്കുകൾ വിൽക്കാൻ പാടില്ല എന്ന് ഫാർമസികൾക്ക് നിർദ്ദേശമുണ്ട്. എന്താണ്? സ്വാഭാവികമായിട്ടും ഇത്തരം പിന്നെ മരുന്നുകൾ, അത് ആയുർവേദ മരുന്നുകൾ പോലും നമുക്ക് ചില കഷായങ്ങൾ നിരന്തരമായിട്ട് കുടിക്കുന്നത് കാരണമായിട്ട് നമ്മുടെ അതിൽ അടങ്ങിയിരിക്കുന്നുള്ള ഹെവി മെറ്റൽ കണ്ടന്റ് കാരണമായിട്ട് കിഡ്നി പോലെയുള്ള ആന്തരികാവയവങ്ങൾക്ക് അപജയം സംഭവിക്കുന്നു എന്ന് റിപ്പോർട്ട് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അലോപ്പതി മരുന്നുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനേക്കാൾ കൂടുതൽ പ്രയാസങ്ങൾ, അതിന് പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ രാസവസ്തുക്കളാണെങ്കിലും ഇത്തരം വസ്തുക്കളാണെങ്കിലും അതിന് സ്വാഭാവികമായിട്ടും ഒരു എന്താ പറയുക, ഒരു ആക്ഷനും ഉണ്ടാകും, ഒരു പ്രതി റിയാക്ഷൻ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഊർജ്ജതന്ത്രത്തിൽ പറയുന്ന അതേ ആശയം ഇവിടെയും പ്രസക്തമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുന്ന സമയത്ത് ഒരു കർഷകനെ സംബോധന ചെയ്യുമ്പോൾ, ഒരു സാധാരണ കർഷകനെ, സാമാന്യ കർഷകനെ സംബോധന ചെയ്യുന്ന സമയത്ത് നാളിതുവരെ അനുവർത്തിച്ചു കൊണ്ടുവരുന്ന ഒരു രീതിശാസ്ത്രം മനസ്സിലാക്കുന്നു. അദ്ദേഹം ലക്കും ലഗാനവുമില്ലാതെ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ആൾറെഡി നിരോധിക്കപ്പെട്ട് കഴിഞ്ഞ റെഡ് കാറ്റഗറിയിൽപ്പെട്ട നമ്മുടെ പിന്നെ ആ കാറ്റഗറിയിൽപ്പെട്ട രാസവസ്തുക്കളോ മറ്റോ ഉപയോഗിക്കുന്നത് നിർബന്ധമായിട്ടും അതിൽ നിന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കൽ ആണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തത് അദ്ദേഹത്തിന്റെ കൃഷി രീതികൾ, പരിസ്ഥിതി സൗഹൃദ കൃഷി രീതിയിലൂടെ അദ്ദേഹത്തിന്റെ ഉൽപാദനക്ഷമത കുറയാതെ നിലവിലുള്ള ഉൽപാദനക്ഷമത കുറച്ചുകൂടി കൂട്ടുവാൻ പ്രേരകമാകുന്ന രീതിയിൽ നമ്മുടെ ഈ ജൈവ സൂത്രങ്ങളും ജൈവ വളക്രമങ്ങളും ജീവാണുവളങ്ങളും അതുപോലെ തന്നെ കമ്പോസ്റ്റ് രീതികളും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് അദ്ദേഹത്തിന് പെട്ടെന്നൊരു നഷ്ടം വരാത്ത രീതിയിൽ ഘട്ടം ഘട്ടമായിട്ട് 2-3 വർഷം കൊണ്ട് അദ്ദേഹത്തെ കൈപിടിച്ച് ഉയർത്തണം. സ്വാഭാവികമായിട്ടും നേരത്തെ മിസ്റ്റർ ദിലീപ് പറഞ്ഞതുപോലെ മിക്കവാറും 95% രോഗകീട ബാധകൾക്കും നമുക്ക് there is an alternative in organic farming. ഓർഗാനിക് ഫാമിങ്ങിൽ അതിനൊക്കെ മറുപടിയുണ്ട്. അതേസമയം നമ്മൾ എന്താ പറയുക, പെട്ടെന്ന് വീണ് കഴിഞ്ഞാൽ, ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നാം ആരും ആയുർവേദ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറില്ല, നാം ആരും പിന്നെ ഹോമിയോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറില്ല, നാം സാധാരണ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാറുണ്ട്. അതേസമയം പൊതുവായിട്ട് മിക്ക അസുഖങ്ങളും അത് നമ്മുടെ സമീപന രീതിയിലൂടെ കൃത്യമായിട്ട് പരിചരണത്തിലൂടെ ഡയഗ്നോസിസ് പൂർത്തമാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ
ആയുർവേദത്തിലും അതുപോലെ തന്നെ നാച്ചുറൽ സയൻസിലുമൊക്കെ അതിന് മാർഗങ്ങളുണ്ട് എന്ന് പറഞ്ഞതുപോലെ ജൈവ കൃഷി എന്ന് പറയുന്നത് നമുക്ക് മണ്ണ് മനസ്സിലാക്കണം, മണ്ണിനെ മനസ്സിലാക്കിയിട്ട് വളപ്രയോഗത്തിൽ ക്രമീകരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പറയപ്പെട്ട കൃത്യമായിട്ട് പോഷണം ഉറപ്പുവരുത്തണം. ആ പോഷണം ഉറപ്പുവരുത്തുന്നതിലൂടെ രോഗകീടങ്ങൾ കുറച്ചു കൊണ്ടുവരണം. അങ്ങനെ രോഗകീടങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ജീവാണു കീടനാശിനികൾ ഉപയോഗിച്ചുകൊണ്ടും ഹെർബൽ പ്രിപ്പറേഷൻ ഉപയോഗിച്ചുകൊണ്ടും അതിനെ രക്ഷിച്ചെടുക്കാൻ സാധിക്കണം. അങ്ങനെ നമ്മുടെ കാഴ്ചപ്പാട് മാറ്റിയെടുക്കാൻ പറ്റണം. അല്ലാതെ ഒരു വളക്കടയിൽ പോയിട്ട് എക്കാലക്സം റോഗറും വാങ്ങി ഇന്നലെ വരെ വാങ്ങിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അദ്ദേഹത്തെ പിടിച്ച് ഈ ഒരു സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇടക്കിടക്ക് ഒരു സദസ്സ് എന്ന് പറയുന്നത് ഒരു ഹെട്രോജനസ് സദസ്സായിരിക്കും. കീടനാശിനി ഉപയോഗിക്കുന്നവരുണ്ടാകാം, രാസവളം ഉപയോഗിക്കുന്നവരുണ്ടാകാം, അതേസമയം കുറച്ചും തീർച്ചയായിട്ടും ജൈവവളങ്ങൾ മാത്രം ഉപയോഗിക്കുന്നവരുണ്ടാകാം. അപ്പൊ ആ രീതിയിലുള്ള എന്ന് പറയുന്ന ഒരു പൊതു സദസ്സായതുകൊണ്ടാണ് ഞാൻ രണ്ടും ആ രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ചത്. ഇനി സംശയങ്ങൾ വേറൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. നമുക്കിവിടെ നിർത്താം.